Hi friends, everyone Fabtrendz's പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ ഞാൻ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ഡ്രോവർ സെറ്റ് ചെയ്യുന്നത് എങ്ങനെ എന്നതിനെക്കുറിച്ചാണ്. പല ഫാബ്രിക്കേറ്റേഴ്സും ഡ്രോവർ സെറ്റ് ചെയ്യുന്നത് സൈറ്റിൽ കൊണ്ടുപോയിട്ടാണ്. ഞാനിതിവിടെ ഷോപ്പിൽ നിന്നുകൊണ്ട് തന്നെയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ സൈറ്റിൽ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യേണ്ടി വരില്ല. അപ്പോൾ ഷോപ്പിൻ്റെ ഉള്ളിൽ നിന്ന് എങ്ങനെയാണ് ഇത് സെറ്റ് ചെയ്തെടുക്കുന്നത് എന്നതിനെക്കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിലൂടെ കാണിക്കാൻ പോകുന്നത്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണുക. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, അതേപോലെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. എന്തെങ്കിലും അഭിപ്രായങ്ങളോ വിമർശനങ്ങളോ ഉണ്ടെങ്കിൽ കമൻസായി രേഖപ്പെടുത്തുക. ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതേപോലെ അടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ തുടർന്ന് വരുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. വേറൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, 2 ദിവസം മുമ്പ് ഞാനൊരു വീഡിയോ കണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോയിൽ പുള്ളി പറഞ്ഞിരിക്കുന്നത് 2000 രൂപയ്ക്ക് ഡിജിറ്റൽ പ്രിൻ്റ് ഡോറ് ചെയ്ത് കൊടുക്കാൻ സാധിക്കുമെന്നാണ്. യൂട്യൂബിൽ തന്നെയാണ്. അപ്പോൾ ഞാൻ പുള്ളിക്കാരൻ്റെ നമ്പർ ചോദിച്ചു, പുള്ളി തന്നില്ല. കമൻസിലൂടെ വേറെ ഒരുപാട് പേര് നമ്പർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആർക്കും തന്നെ പുള്ളി നമ്പർ കൊടുക്കാൻ കൂട്ടാക്കുന്നില്ല. പുള്ളിയുടെ മെയിൻ ഉദ്ദേശം എന്തായിരിക്കുന്നു ഞാൻ മനസ്സിലാക്കുന്നത്, ഒന്നുകിൽ കസ്റ്റമറെ തെറ്റിദ്ധരിപ്പിക്കുക, അതല്ലാന്നുണ്ടെങ്കിൽ യൂട്യൂബിലുള്ള വരുമാനം. അപ്പോൾ യൂട്യൂബിലുള്ള വരുമാനമാണ് ഉദ്ദേശിക്കുന്നതെങ്കിലും ഇങ്ങനൊരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ അത് നമ്മുടെ ഫാബ്രിക്കേറ്ററെ സംബന്ധിച്ച് എല്ലാവർക്കും ദോഷകരമായിട്ട് ബാധിക്കും. അപ്പോൾ നിങ്ങളിൽ പലരും ആ വീഡിയോ കണ്ടിട്ടുണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ കണ്ടവരാണെങ്കിൽ അത് ഷെയർ ചെയ്യാതിരിക്കുക, അതേപോലെ കാണാത്തവരാണെങ്കിൽ ദയവേത് അത് കണ്ട് പ്രോത്സാഹിപ്പിക്കാതിരിക്കുക എന്നുള്ളൊരു ചെറിയ റിക്വസ്റ്റ് കൂടെ ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്താണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഡ്രോവർ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന മെറ്റീരിയലാണ്. ഈ മെറ്റീരിയലിൻ്റെ പേര് വന്നിട്ട് ഡ്രോവർ സെക്ഷൻ അല്ലെങ്കിൽ ഡ്രോ പാനൽ എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് 45 കട്ട് ചെയ്യണം. അപ്പോൾ 45 കട്ട് ചെയ്യുന്നത് എങ്ങനെ എന്ന് നോക്കാം. അപ്പോൾ അതിനാദ്യമായിട്ട് മെഷീന് നമുക്ക് സാധാരണ 45 മെഷീൻ വെച്ച് കഴിഞ്ഞാൽ കട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ മെഷീന് ചരിച്ച് വെക്കേണ്ടതുണ്ട്. അതെങ്ങനെയെന്നുള്ളത് വീഡിയോ നോക്കാം. മെഷീൻ ഇതേപോലെ 45 ചരിച്ച് വെച്ചതിന് ശേഷം കട്ട് ചെയ്യുക. അതല്ലാന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ് കട്ടാക്കാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ടാണ് മെഷീൻ ഇങ്ങനെ വെക്കേണ്ടി വരുന്നത്. അപ്പോൾ ഇത് എങ്ങനെയാണ് കട്ട് ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങൾ വീഡിയോ നോക്കി മനസ്സിലാക്കാം. ഇത് കട്ട് ചെയ്യുന്നതിന് മുമ്പ് ഇതിൻ്റെ അളവെടുക്കണം. ഇതിൻ്റെ അളവെടുക്കുന്നത്, ഇതിൻ്റെ വീതി എടുക്കുന്നത് ഫ്രെയിമിൻ്റെ ഇൻസൈഡ് അളവെന്ന് 1 ഇഞ്ച് കുറച്ചിട്ടാണ്. ആ 1 ഇഞ്ച് സ്ലൈഡറിൻ്റെ കനാണ്. അപ്പോൾ 15 ഇഞ്ചാണെങ്കിൽ 14 ഇഞ്ച്, 16 ഇഞ്ചാണെങ്കിൽ 15 ഇഞ്ച് വീതി എടുക്കാം. ഇനി ഇതിൻ്റെ നീളം എടുക്കുന്നത് നമുക്ക് എത്രയാണോ ആവശ്യം അതിന് കണക്കായിട്ടുള്ള നീളം എടുക്കാം. അതിന് കണക്കായിട്ടുള്ള സ്ഥലം അതിൻ്റെ അകത്ത് ഉണ്ടായാൽ മതി. അതേപോലെ തന്നെ സ്ലൈഡർ അതിന് കണക്കായിട്ട് ചെറുതും വലുതും വാങ്ങിച്ചാൽ മതി. ചരിച്ച് കട്ട് ചെയ്യുമ്പോൾ ഇച്ചിരി കൂടെ സൂക്ഷിക്കേണ്ടതുണ്ട്. കാരണം സെക്ഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും വലിഞ്ഞു പോകും. ആ വലിഞ്ഞു പോകുമ്പോൾ അപകടങ്ങൾ ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് കട്ട് ചെയ്യുമ്പോൾ ഇതേപോലെ കട്ട് ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് വളരെ സൂക്ഷിക്കണം. ഇപ്പം കണ്ടതുപോലെ നമുക്ക് 4 പീസ്, അതിൻ്റെ ഏതാണോ അളവ് ആ അളവിൽ 4 പീസ് ഒരു ഡ്രോവറിന് വേണ്ടിയിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതേപോലെ 4 പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ടത്, ഇതിന് എല്ലാങ്കിൾ വെക്കുക. അപ്പോൾ എല്ലാങ്കിൾ വെച്ചിട്ട് ഇത് 4ഉം കൂടി യോജിപ്പിച്ചൊരു ബോക്സ് ആക്കി എടുക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫ്രീ ഹോൾ അടിക്കുക ആദ്യം. നീളമുള്ള ഭാഗത്ത് എല്ലാങ്കിൾ വെക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ 1:1 എല്ലാങ്കിളാണ്, 1 ഇഞ്ചിൻ്റെ എല്ലാങ്കിളാണ് വെക്കുന്നത്. അപ്പോൾ ഓരോ ഭാഗത്തും ഓരോ എല്ലാങ്കിൾ വെച്ചിട്ട് വെച്ചാൽ മതി. അങ്ങനെ ടോട്ടൽ 4 എല്ലാങ്കിളാണ് ഒരു ബോക്സിന് ആവശ്യമുള്ളത്. ഇതിൽ എല്ലാങ്കിൾ സെറ്റ് ചെയ്യുന്നത് ഈ വീഡിയോയിൽ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത് എന്നുള്ളത്. പിന്നെ ഇതൊരു കിച്ചൺ കബോർഡിൻ്റെ വർക്കാണ്. അപ്പോൾ വർക്ക് ചെയ്തുകൊണ്ട് നിൽക്കുന്ന സമയത്തെടുത്ത വീഡിയോ ആണ്. എത്രത്തോളം ക്ലാരിറ്റി ഉണ്ടാവുമെന്നറിയില്ല. പരമാവധി ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ പോരായ്മകളൊക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ മനസ്സിലാവാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. ഓക്കെ. അപ്പോൾ ഇതേപോലെ റിപ്പീറ്റ് അടിച്ചിട്ട് എല്ലാങ്കിൾ 2 പീസിൽ എല്ലാങ്കിൾ സെറ്റ് ചെയ്തെടുക്കാം.
അപ്പോൾ ഈ എല്ലാം രണ്ട് പീസിനും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അതിനെ നമുക്ക് ഒരു ബോക്സ് ആക്കി എടുക്കാം. ഈ വീഡിയോയിൽ കാണുന്നത് പോലെ 4 പീസ് ഒരുമിച്ച് വെച്ചതിന് ശേഷം രണ്ട് ഭാഗത്ത് റിവീറ്റ് ചെയ്തിട്ട് ഉറപ്പിക്കാം. ഈ ഡ്രോവറിൻ്റെ 3 പീസ് ജോയിൻ്റ് ആക്കിയിട്ടുണ്ട്. ഒരു പീസും കൂടി ജോയിൻ്റ് ആക്കാനുണ്ട്. അപ്പോൾ അത് ജോയിൻ്റ് ആക്കുന്നതിന് മുമ്പ് നമുക്കിതിൽ ഷീറ്റ് ഇറക്കണം. ഷീറ്റ് ഇറക്കാൻ അതിൽ ഗ്രൂ ഉണ്ട്. ആ ഗ്രൂവിൽ കറക്റ്റായിട്ട് ഷീറ്റ് ഇറക്കിയാൽ മതി. അപ്പോൾ അത് ഔട്ടർ ടു ഔട്ടർ അളവെടുത്തിട്ട് അതിൻ്റെ 4 ഇഞ്ച് കുറച്ചിട്ട് ഷീറ്റ് കട്ട് ചെയ്താൽ മതി. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ACP ഷീറ്റാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് ഇറക്കിയതിന് ശേഷം ഈ ഒരു പീസും കൂടി റിവീറ്റ് ചെയ്ത് ജോയിൻ്റ് ആക്കാം. അപ്പോൾ നമ്മൾ ഈ ഡ്രോവറൊക്കെ സെറ്റാക്കി ഷീറ്റൊക്കെ ഇട്ടിട്ട് അപ്പോൾ ഈ ഷീറ്റിൻ്റെ ഇളക്കം ഒന്ന് മാറ്റി കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ റബ്ബർ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ റബ്ബർ ഉപയോഗിച്ചിട്ട് ഈ ഡ്രോവറിൻ്റെ ബാക്ക് സൈഡിൽ, അതായത് അടിഭാഗത്ത് ഈ വീഡിയോയിൽ കാണുന്നത് പോലെ റബ്ബർ ഫില്ല് ചെയ്ത് കൊടുക്കാം. റബ്ബർ അല്ലെങ്കിൽ റിവീറ്റ് അടിച്ചാലും മതി, അങ്ങനെയും ചെയ്യാറുണ്ട്. റബ്ബറാണ് കുറച്ചുകൂടെ കാണാൻ നീറ്റ്, കാണാനും അതേപോലെ അത്യാവശ്യം ലാസ്റ്റ് ചെയ്യുന്നതാണ്. റബ്ബർ ഇട്ട് ടൈറ്റ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ കോണളവ് രണ്ടും ഒരേപോലെ ആക്കാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഇൻസൈഡ് വ്യൂ. അപ്പോൾ അകത്തുനിന്ന് നോക്കുമ്പോൾ നമുക്കിത് എന്താണ് ഇതിൻ്റെ ഫിറ്റിങ്സ് എന്നുള്ളത് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റത്തില്ല. ഇനി നമുക്ക് ഈ ഡ്രോവർ വലിക്കാൻ വേണ്ടിയിട്ട് ഒരു നെറ്റ് ഉണ്ടാക്കി കൊടുക്കണം. അപ്പോൾ അത് എങ്ങനെയാണെന്നുള്ളത് ഈ വീഡിയോയിലൂടെ കണ്ട് മനസ്സിലാക്കാം. ഇപ്പോൾ നോർമലായിട്ട് നമ്മളൊരു ഡോർ എങ്ങനെ ഉണ്ടാക്കുന്നത് അതേപോലെ ഈ ഡ്രോവറിന് എത്രയാണോ അളവ് വേണ്ടത് അതിന് കണക്കായിട്ട് നമുക്ക് നെറ്റ് ഉണ്ടാക്കാം. അപ്പോൾ ഞാനിതിപ്പോൾ ഇവിടെ 2 ഡ്രോവറും പകുതി ആക്കിയിട്ടാണ് എടുക്കുന്നത്. ഒരു ഫ്രെയിമിൻ്റെ അകത്ത് തന്നെ താഴെയും മുകളിലും ഡ്രോവറാണ് ഞാനിപ്പോൾ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ നെറ്റിയും ഒരേ അളവിൽ തന്നെയാണ് ഉണ്ടാക്കുന്നത്. നമുക്ക് ഈ നെറ്റി സാധാരണ ഡോറ് ഉണ്ടാക്കിയതിന് ശേഷം അതിൻ്റെ ബാക്ക് സൈഡിൽ ഒരു ഷീറ്റ് അടിച്ചു കൊടുക്കണം. അത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഡ്രോവർ സെക്ഷൻ സ്ക്രൂ ചെയ്ത് പിടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിൽ പുറകിൽ അടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ACP ഷീറ്റ് തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഈ ACP ഷീറ്റ് എങ്ങനെയാണ് ഇതിൻ്റെ ഫിക്സ് ചെയ്യുന്നത് എന്നുള്ളത് ഈ വീഡിയോ കണ്ട് മനസ്സിലാക്കാം. പിന്നെ ഈ ഡോറൊക്കെ ഞാൻ സെറ്റ് ചെയ്തിരിക്കുന്നത് ഹാൻഡിൽ സെക്ഷൻ വെച്ചിട്ടാണ്. അപ്പോൾ ഈ ഹാൻഡിൽ സെക്ഷൻ എങ്ങനെയാണ് കട്ട് ചെയ്യുന്നത്, അതെങ്ങനെയാണ് ഫിക്സ് ചെയ്യുന്നത് എന്നുള്ളത് ഞാൻ അടുത്ത വീഡിയോയിൽ ഇടുന്നതാണ്. അപ്പോൾ നമ്മുടെ ഡ്രോവറിൻ്റെ നെറ്റ് എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഡ്രോവർ സെറ്റ് ചെയ്യാനുള്ള ഫ്രെയിം നോക്കാം. അപ്പോൾ ഈ ഫ്രെയിമിലാണ് നമുക്ക് ഡ്രോവർ സെറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതേപോലെ ഞാൻ സാധാരണ സൈറ്റിൽ നിന്നാണ് ഫ്രെയിമൊക്കെ ഉണ്ടാക്കാറ്.
ഇതിപ്പോൾ വീഡിയോ ഇടാനായിട്ട് മാത്രമാണ് ഞാൻ ഷോപ്പിൽ നിന്ന് ഇതേപോലെ ഫ്രെയിമൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ബാക്കും ഫ്രണ്ടും ഒരേ അളവിൽ ഫിക്സ് ചെയ്യുക. അപ്പോൾ ബാക്ക് ഫിക്സ് ചെയ്യാൻ വേണ്ടി നമുക്ക് എന്തെങ്കിലും എല്ലാങ്ങളോ അല്ലെങ്കിൽ ഏതെങ്കിലും സെക്ഷൻ വെച്ചിട്ട് അല്ലെങ്കിൽ ACP ഷീറ്റോ അല്ലെങ്കിൽ ഐലം ഷീറ്റോ എന്തായാലും അടിച്ചു കൊടുത്താൽ മതി, അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഞാനിപ്പോൾ ഇവിടെ എല്ലാങ്ങളാണ് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഡ്രോവറിൻ്റെ സ്ലൈഡർ വരുന്ന അളവിന് കണക്കായിട്ട് നമുക്ക് സെക്ഷൻ വെച്ചിട്ട് സെറ്റ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമ്മുടെ ഫ്രെയിം വർക്കൊക്കെ കഴിഞ്ഞ് ഇനി നമുക്ക് ഈ സ്ലൈഡർ ഫ്രെയിമിൽ ഫിറ്റ് ചെയ്യാം. അപ്പോൾ അതിനു മുമ്പ് ഈ സ്ലൈഡറിനെ നമുക്കൊന്ന് ചെറുതായിട്ട് പരിചയപ്പെടാം. അപ്പോൾ ഞാൻ ഈ സ്ലൈഡർ വാങ്ങിച്ചിരിക്കുന്നത് SS ആണ്. ഞാൻ SS തന്നെ ഉപയോഗിക്കാറുള്ളൂ. അപ്പോൾ നിങ്ങളോടും എനിക്ക് പറയാനുള്ളത്, സ്ലൈഡർ വാങ്ങിക്കുകയാണെങ്കിൽ SS മാത്രം വാങ്ങിക്കുക. MS ഒരിക്കലും വാങ്ങിക്കരുത്, അത് നമുക്ക് പെട്ടെന്ന് തുരുമ്പെടുത്ത് പോകാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി ഈ ഒരു സ്ലൈഡർ നമ്മുടെ ഈ സ്ലൈഡറിൻ്റെ വലിയ ഭാഗം നമ്മൾ ഫ്രെയിമിൽ ഫിറ്റ് ചെയ്യും. അപ്പോൾ ഇതിൻ്റെ ഈ ചെറിയ ഭാഗം ഇതേപോലെ ഈ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ലിവറുണ്ട്, ആ ലിവറൊന്ന് പ്രസ് ചെയ്തിട്ട് ഒന്ന് വലിച്ചിട്ട് ഊരിയെടുക്കാം. ഈ ഊരിയെടുത്ത സാധനം നമുക്ക് ഡ്രോവറിലാണ് ഫിറ്റ് ചെയ്യാനുള്ളത്. അപ്പോൾ ഈ സ്ലൈഡർ ഫ്രെയിമിൽ എങ്ങനെയാണ് ഫിറ്റ് ചെയ്യുന്നതെന്നുള്ളത് വീഡിയോ കണ്ട് മനസ്സിലാക്കാം. അപ്പോൾ ഇതിൻ്റെ വലിയ ഭാഗം ഫ്രെയിമിലും ചെറിയ ഭാഗം ഡ്രോവറിലുമാണ് ഫിറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ സ്ലൈഡറിൻ്റെ വലിയ ഭാഗം ഈ സെക്ഷൻ്റെ പുറത്ത് പോകാത്ത രീതിയിൽ വേണം ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഒന്നുകിൽ നമുക്ക് മാർക്ക് ചെയ്തിട്ട് ഹോൾ ചെയ്ത് കൊടുക്കാം, അതല്ലാന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ഹോൾ ചെയ്തിട്ട് റിവീറ്റ് ചെയ്ത് കൊടുക്കാം. ഒരു സ്ലൈഡറിൻ്റെ ഒരു ഭാഗത്ത് തന്നെ ഒരു 3 അല്ലെങ്കിൽ 4 റിവീറ്റ് നമുക്ക് കൊടുക്കാം. 3-4 റിവീറ്റെങ്കിലും കൊടുക്കണം, കാരണം വെയിറ്റ് താങ്ങുന്നതല്ലേ. അപ്പോൾ നമ്മൾ സ്ലൈഡർ ഫ്രെയിമിൽ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞ് ഇനി ഡ്രോവറിൽ ആ സ്ലൈഡറിൻ്റെ ചെറിയ പീസ് ഫിറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. അപ്പോൾ അതിൻ്റെ 2 വശവും ഒരേ അളവിൽ വേണം ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അളവ് മാറുമ്പോൾ അതിനണക്കായിട്ട് ഇതിൻ്റെ ബാലൻസ് തെറ്റിപ്പോവും. അപ്പോൾ അതുകൊണ്ട് കറക്റ്റ് അളവിലാണെങ്കിൽ മാത്രമേ ഡ്രോവർ കറക്റ്റായിട്ട് അടക്കാനും തുറക്കാനും പറ്റത്തുള്ളൂ. അപ്പോൾ അത് ശ്രദ്ധിക്കണം. അപ്പോൾ ഈ സ്ലൈഡർ ഡ്രോവറിൽ ഫിറ്റ് ചെയ്യുന്നത് ഈ വീഡിയോ കണ്ട് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. പിന്നെ നമുക്ക് ഇതിൻ്റെ ഡ്രോവറും നെറ്റിയും തമ്മിൽ കൂട്ടി യോജിപ്പിക്കാം. അപ്പോൾ ഈ ഒരു വർക്കാണ് ഈ ഡ്രോവർ സെറ്റിങ്ങിൽ ഏറ്റവും ശ്രദ്ധയോടെ ചെയ്യേണ്ടത്. അപ്പോൾ അതിന് ഡ്രോവറും ഈ നെറ്റിയും തമ്മിൽ മുട്ടിച്ച് വെച്ചതിന് ശേഷം മാർക്ക് ചെയ്ത് കൊടുക്കുക. കറക്റ്റ് സൈഡും അതേപോലെ അടിഭാഗവും മാർക്ക് ചെയ്യുക. 2 സൈഡും മാർക്ക് ചെയ്യണം, അതേപോലെ അടിഭാഗവും മാർക്ക് ചെയ്യുക. അതിനുശേഷം ഈ ഡ്രോവർ ഊരിയെടുക്കുക. അപ്പോൾ അത് ഊരിയെടുക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് സൂക്ഷിച്ച് നോക്കിയാൽ മനസ്സിലാവും. അപ്പോൾ ആ ലിവർ ഒരു ഭാഗത്ത് നിന്ന് പൊന്തിക്കുക, മറ്റേ ഭാഗത്ത് നിന്ന് താത്തി കഴിഞ്ഞാൽ ഈ ഡ്രോവർ സിമ്പിളായിട്ട് ഊരിയെടുക്കാം. ഇനി നമുക്കിതിന് ഒരു 4 ഫ്രീ ഹോൾ അടിച്ചു കൊടുക്കാം. അപ്പോൾ അത് ഈ വീഡിയോയിൽ കാണുന്നത് പോലെ 4 ഭാഗത്തായിട്ട് ചെയ്ത് കൊടുക്കാം.
ഇനി നമുക്ക് ചെയ്യേണ്ടത് ഈ നെറ്റിയും ഈ ഡ്രോവറും തമ്മിൽ യോജിപ്പിക്കാം. അപ്പോൾ അതിന് നേരത്തെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ആ മാർക്കിൽ കറക്റ്റായിട്ട് നമ്മൾ ഈ ഡ്രോവർ വെച്ചതിന് ശേഷം 1 ഇഞ്ച് സ്ക്രൂ ഉപയോഗിച്ചിട്ട് ജസ്റ്റ് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. കൂടുതലായിട്ട് ടൈറ്റ് ചെയ്യരുത്, ജസ്റ്റ് ഒന്ന് നിൽക്കാൻ വേണ്ടി മാത്രം ടൈറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ 4 ഹോളാണ് അടിച്ചിട്ടുള്ളത്. അപ്പോൾ ആദ്യം നമ്മൾ 2 ഹോളിൽ മാത്രം സ്ക്രൂ ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം ഈ ഡ്രോവർ വെച്ച് ലെവലെല്ലാം കറക്റ്റ് ആണെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം ബാക്കിയുള്ള 2 സ്ക്രൂവും കൂടി കൊടുത്തിട്ട് കംപ്ലീറ്റ് എല്ലാം ടൈറ്റ് ചെയ്ത് സെറ്റ് ചെയ്യാം. അപ്പോൾ ഈ ഡ്രോവറും നെറ്റിയും കൂടി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് സ്ലൈഡറിൽ വെച്ച് നോക്കാം. അപ്പോൾ സ്ലൈഡറിൽ അപ്പുറം ഇപ്പുറം ഗ്യാപ്പ് മുകളിലും താഴെയും ക്ലിയറൻസ് എല്ലാം കറക്റ്റ് ആണെന്ന് ഉറപ്പ് വരുത്താം. ഓക്കെ, പിന്നെ അത് മാത്രമല്ല ഇത് അടഞ്ഞു നിൽക്കുമ്പോൾ എല്ലാ ഭാഗവും പ്രസ് ആകുന്നുണ്ട് എന്നുള്ളത് ഉറപ്പ് വരുത്തുക. അപ്പോൾ അത് ആകുന്നില്ല എന്നുണ്ടെങ്കിൽ അതിന് കണക്കായിട്ട് ബാക്കിൽ ഫ്രെയിം അങ്ങോട്ടോ ഇങ്ങോട്ടോ നീക്കിയിട്ട് അതല്ലെങ്കിൽ മുകളിലോട്ടോ താഴോട്ടോ ചിലപ്പം പോകേണ്ടി വരും. അപ്പോൾ അത് നിലത്തിൻ്റെ ലെവൽ പോലെ ഇരിക്കും. അപ്പോൾ അതുകൊണ്ട് ബാക്കിലത്തെ ഫ്രെയിമിൻ്റെ കാല് ഒരു 1/8 കുറച്ചിട്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. കാരണം അത് നമുക്ക് കൂട്ടണമെങ്കിൽ നമുക്ക് അത്രയും കൂട്ടാം, പക്ഷെ കുറക്കണമെങ്കിൽ പിന്നെ അവിടെ നിന്ന് കട്ട് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അതിന് മുമ്പേ ഒരു 1/8 കുറച്ചിട്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ 2 ഡ്രോവർ ഇതേപോലെ സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് ഡ്രോവർ സെറ്റ് ചെയ്യുന്നതിനുള്ള മെത്തേഡ്. അപ്പോൾ ഇത് സൈറ്റിൽ നിന്ന് ചെയ്യുന്നവരാണെങ്കിൽ ഈ ബാക്കിലത്തെ ഫ്രെയിമിന് പകരം സിംഗിൾ കാല് മാത്രം നേരെ ചുമരിലേക്ക് സെറ്റ് ചെയ്യലാണ് പതിവ്. അങ്ങനെയാണ് ഞാനും ചെയ്തുകൊണ്ടിരുന്നത്. ഒരു വീഡിയോ ഇടാൻ വേണ്ടി മാത്രമാണ്. സൈറ്റിൽ പോയിട്ട് വീഡിയോ ഇടലൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ടാണ് വീഡിയോ ഇടാൻ ഡിലേ ആകുന്നത് തന്നെ. അപ്പോൾ തന്നെ ഇത് വർക്ക് ചെയ്യുമ്പോൾ ഇടുന്നത് എത്രത്തോളം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല. എങ്കിലും എനിക്ക് പരമാവധി ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻസിലൂടെ അറിയിച്ചാൽ മതി. ഞാനതിന് എനിക്കറിയാവുന്ന രീതിയിലുള്ള മറുപടി തരുന്നതായിരിക്കും. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അറിയിക്കണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.